നമസ്കാരം. ഞാനൊരു ഹെമറ്റോളജി നഴ്സാണ്. ഹെമറ്റോളജി നഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡും അതിനോടനുബന്ധിച്ചിട്ടുള്ള ബോൺമാരോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ വരുന്ന രോഗികളെ ചികിത്സിക്കുന്ന സ്പെഷ്യാലിറ്റിയാണ് ഹെമറ്റോളജി. പെട്ടെന്ന് ബ്ലഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബ്ലഡ് ക്യാൻസർ ആയിരിക്കും ഓർമ്മ വരുന്നത്. ഒബ്വിയസ്ലി ലുക്കീമിയ, ലിംഫോമ പോലെയുള്ള ബ്ലഡ് ക്യാൻസർ ഡിസീസസും അതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഹീമോഫീലിയ, അതുപോലെ റെഡ് സെൽ ഡിസീസ് ആയിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ, അങ്ങനെ തുടങ്ങി കുറേയധികം രോഗങ്ങളുള്ള രോഗികളെ ചികിത്സിക്കുന്ന സ്പെഷ്യാലിറ്റിയാണ് ഹെമറ്റോളജി. അപ്പോൾ ഞാൻ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പം ആ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് എന്താണെന്ന് മാത്രമാണ് ഞാൻ ഈ ഒരു ഷോർട്സിൽ പറയുന്നത്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ ബ്ലീഡ് ചെയ്യുമല്ലേ. അപ്പോൾ ആ ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന വളരെ ചെറിയ കോശങ്ങൾ, നമ്മളെ ബ്ലഡിലുള്ള വളരെ ചെറിയ കോശങ്ങളെയാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, അഥവാ വെളുത്ത രക്താണുക്കൾ, WBCs എന്ന് പറയും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിലെ തന്നെ സോൾജേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പട്ടാളക്കാർ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന രോഗാണുക്കളെ എന്താ പറയുന്നത്, ഫൈറ്റ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോശമാണ് വെളുത്ത രക്താണുക്കൾ അഥവാ WBCs. ഇനി അടുത്തത് മൂന്നാമത്തത് റെഡ് ബ്ലഡ് സെൽസ് ആണ്, ചുവന്ന രക്താണുക്കൾ. അത് ചുവന്ന രക്താണുക്കളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, നമ്മുടെ തലച്ചോറ്, നമ്മുടെ കിഡ്നി, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ആവശ്യത്തിന് അനുസരിച്ചുള്ള ഓക്സിജൻ, അതായത് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജൻ, എന്താ പറയുക, പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ഓക്സിജൻ എല്ലാ സ്ഥലത്തേക്കും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുവന്ന രക്താണുക്കൾ അഥവാ റെഡ് ബ്ലഡ് സെൽസിൻ്റെ കടമ. സോ ഇനി അടുത്തത് വരുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിലുള്ള, അതായത് നേരത്തെ പറഞ്ഞ ചുവന്ന രക്താണുക്കളിലുള്ള ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനാണ് ആക്ച്വലി നമുക്ക് ഓക്സിജനെ ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ടേം കൂടെയാണ് ഞാൻ പറഞ്ഞിട്ട് നിർത്തുന്നത്. ഇതിലുള്ള ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ആണ്. ക്ലോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബാൻഡേഡ് സിസ്റ്റം എന്ന് പറയാം. അപ്പം നമുക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ എടുത്ത് ബാൻഡേജൊക്കെ ഒട്ടിക്കാറില്ലേ. അപ്പോൾ അതുപോലെ ബോഡി സ്വയം ആ ഒരു ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്ലോട്ടിങ്. അപ്പോഴാണ് നമ്മുടെ ബ്ലീഡിങ് നിൽക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിലുള്ളത്.